നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് ദിവ്യകം അർപ്പിക്കുന്നത് നമ്മൾ വേർപിരിഞ്ഞു പോയ ജോൺ, ത്രേസ്യാമ്മ, ഏലിക്കുട്ടി, റമ്മോൾ ദേവസ്തി, ലൈസാമ്മ, ക്ലെമന്റ്, മറിയാമ്മ വർഗീസ് എന്നിവർക്ക് വേണ്ടിയാണ്. കർത്താവായ ദൈവമേ, ആത്മാക്കളോട് കാരുണ്യം കാണിക്കാൻ ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സമ്പൂർണ്ണത ഈ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് തിരുസഭ ഭാരതത്തിന്റെ അപ്പസ്തലനായ തോമാസ് ശ്ലീഹായെ ഓർമ്മിക്കുകയാണ്. നമുക്കറിയാം, ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ തോമസ്, ദിദിമസ് എന്ന നാമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇരട്ട എന്നാണ് പദത്തിന്റെ അർത്ഥം. അദ്ദേഹം കർത്താവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരിൽ ഒരുവനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈശോ മരണത്തിലേക്ക് വരുവാനായിട്ട് ഈശോ മടി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയ്ക്ക് മരിക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈശോയുടെ മാനുഷിക ഭാവം നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഈശോയ്ക്കും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ലാസർ മരിച്ചിട്ടും ഈശോ ജെറുസലേമിലേക്ക്, ബഥാനിയയിലേക്ക് വരാതിരുന്നത്. ഈശോ ഒളിച്ചു താമസിക്കുക. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടെയാണെങ്കിലും മാനുഷികമായ തലത്തിൽ ഈശോയ്ക്ക് ഉത്കടമായ വ്യഥയുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഈശോ ഇങ്ങനെ സന്തോഷത്തോടെ ഞാനിതാ മരിക്കുന്നു എന്ന് ഓടി വരികയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഗെത്സമനിലെ പ്രാർത്ഥന ഓർക്കുക. 3 പ്രാവശ്യം കണ്ണുനീരോടെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, പിതാവേ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരുമോ എന്ന്. അപ്പോൾ അത്രയേറെ നമുക്ക് വേണ്ടി ഈശോ അത്രയേറെ ഉത്കടമായ മാനസിക വ്യഥ അനുഭവിച്ച് മരിച്ചൊരു ദൈവമാണ് നമുക്ക് ഓർക്കാം, നമ്മളെ അതിമാത്രം സ്നേഹിക്കുന്ന ദൈവം. അപ്പം അങ്ങനെ ഈശോ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം ഈശോ തീരുമാനമെടുത്ത്, ലാസർ മരിച്ചിരിക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോകും. 4-ാം ദിവസമാണ് തീരുമാനമെടുത്തത്. അപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, കർത്താവേ അവർ നിന്നെ കല്ലെറിയാൻ നോക്കിയിരിക്കുകയല്ലേ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് ശ്ലീഹയാണ് പറയുന്നത്, വരൂ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ഇത് ക്രിസ്തീയ ജീവിതമാണ്. വരൂ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ഓർക്കണം, പരിശുദ്ധാത്മാവ് വന്ന് ശക്തി ലഭിച്ച ശേഷമൊന്നും പറഞ്ഞ കാര്യമല്ല ഇത്. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ഒരു ഭയങ്കര ധീരനായിട്ട് ഈ ഒറ്റ വാചകം മതി ആ മനുഷ്യനെ കുറിച്ച്. അദ്ദേഹത്തെ സംശയിക്കുന്ന തോമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഓർക്കാം, അദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്ന്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ആദ്യം സന്നദ്ധത കാണിച്ച അപ്പസ്തോലനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നു എന്ന പാരമ്പര്യ വിശ്വാസമുണ്ട്, നമുക്കതിൻ്റെ ചരിത്രപരതയില്ല. എങ്കിലും നമ്മൾ ഈ മഹാ അപ്പസ്തോലനെ നമ്മുടെ സ്വന്തമാക്കി എടുത്തിരിക്കുന്നു. സഭ അതിനെ അംഗീകരിച്ച് മുദ്ര വെച്ചിരിക്കുന്നു. നമുക്കൊത്തിരി സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാരുടെ മഹാസംഘം ഇവിടെ നമ്മുടെ കൂടെ അൾത്താരയിലുണ്ട്. എല്ലാ വിശുദ്ധരും മാലാഖമാരും പരിശുദ്ധ അമ്മയും ഒന്നു ചേരുന്ന ഈ പുണ്യവേദിയിൽ ത്രിത്വദൈവത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഈ സ്തുതിയുടെ ബലി അർപ്പിക്കാം. ഈ ദിവ്യയാഗം യഥായുഗം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി.
എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സർവ്വ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഭാരതത്തിന്റെ അപ്പസ്തോലനും സുവിശേഷ സംവാഹകനുമായി ആദരിക്കപ്പെടുന്ന വിശുദ്ധ തോമസിന്റെ തിരുനാളിൽ അഭിമാനിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ വിശ്വസ്ത ഹൃദയത്തോടെ അങ്ങേ അന്വേഷിക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ പാദാന്തികത്തിൽ അണയുകയും അവിടുത്തെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തോമ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കയ്യിലെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി നിന്റെ പാർശ്വത്തിൽ എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശേൽ വാത്സല്യമുള്ള സഹോദരിയെ, വളരെ ഹൃദയസ്പർശിയായ ഒരു സുവിശേഷ ഭാഗത്തെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ സഭാമാതാവ് നമുക്ക് നൽകുന്നത്. അപ്പോസ്തലനായ തോമസിനെ സംശയിക്കുന്ന തോമ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് 2 കാര്യങ്ങൾ, 2 ചിന്തകൾ നമുക്ക് എടുക്കാം. എനിക്ക് തോന്നുക അദ്ദേഹം സംശയിക്കുകയായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുക ആ വചനഭാഗം വായിക്കുമ്പോൾ. കാരണം ഈശോയെ ഇങ്ങനെ ഈശോയുടെ പരിശുദ്ധാത്മാവ് വരുന്നുമ്പോൾ നമുക്ക് അവനോട് പോയി മരിക്കാം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സങ്കടം എന്ന് പറയുന്നത് താനില്ലാതിരുന്നപ്പോഴാണ്. ഞാൻ ചിന്തിക്കുന്നതാണ് അതിനെ. താനില്ലാതിരുന്നപ്പോഴാണല്ലോ ഈശോ ഈ ഉമ്മമാരത്തൊക്കെ വന്നത്. അങ്ങനെ ദേഷ്യത്തിലായിരിക്കും തോമസ് ശ്ലീഹ. കാരണം ഈ പൊട്ടന്മാരാരും പറഞ്ഞില്ല നമുക്ക് പോയി മരിക്കാന്ന്. ഞാനല്ലേ പറഞ്ഞത് മരിക്കാം. എന്നിട്ട് ഈ കർത്താവിൻ്റെ ഇതിനെയൊക്കെ പേടിച്ച് നിന്നിരുന്ന ഒട്ടും ധീരത, ഒട്ടും സമർപ്പണം കാണിക്കാത്ത ഇവന്മാർക്കൊക്കെ ഈശോ പ്രത്യക്ഷ ദർശനം അരുളി. എൻ്റെ അടുത്ത് വന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സില്ല വിശ്വസിക്കാൻ. അതൊരു പരിഭവമാണ്, ഒരു ദേഷ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ്. തോമസ് ശ്ലീഹ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഞാൻ വിശ്വസിക്കുന്നു, പിന്നെ അന്ന് തന്നെ പറയും. അതാണ് തോമസ് ശ്ലീഹ ചെയ്തത്. അദ്ദേഹം അതല്ലാതെ ഒരു അവിശ്വാസിയാകുന്നില്ല. അദ്ദേഹത്തിന്റെ സങ്കടം, പരിഭവം ഒക്കെ പറഞ്ഞു തീർക്കുന്നതായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈശോ വന്ന് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ ദൈവമേ എന്ന് വിളിക്കുന്ന അപ്പോസ്തലനാണ് അദ്ദേഹം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പോയി തൊട്ട് നോക്കിയൊന്നുമില്ല, അയാൾ തകർന്നു പോയി ഈശോ ഇങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം ഈശോയെ അയാളുടെ മനസ്സ് കാണുന്നുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, നീ അവിശ്വാസിയാകരുത്, നീ വിശ്വാസിയാകണം, വെറുതെ പോലും അങ്ങനെ പറയരുതെന്നാണ് ഈശോ പറയുന്നത്. അവിശ്വാസത്തിന്റെ വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് ഒരിക്കലും തമാശയ്ക്ക് പോലും നീ പറയരുത് എന്നുള്ള ഒരു വലിയ, നമുക്ക് എല്ലാവർക്കുള്ള വലിയ സന്ദേശം. തോമയിലൂടെ ഒരുപാട് സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നുണ്ടെന്ന് നമുക്ക് ഓർക്കാം. പിന്നെ എന്തായിരുന്നു പ്രിയമുള്ളവരെ തോമസ് ശ്ലീഹായ്ക്ക് പറ്റിയത്? എവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം? കൂട്ടായ്മ വിട്ടു പോകുന്നവന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. ആ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആദ്യം ഈശോയെ അനുഭവിക്കാൻ പറ്റാതിരുന്നത്. അവരെ ഒരുമിച്ച് ആയിരിക്കേണ്ടവരെ ഒരുമിച്ചായിരിക്കണം. കൂട്ടായ്മയിലാണ് ദൈവത്തിന്റെ അനുഭവം കരഗതമാകുന്നത്. അതുകൊണ്ട് കർത്താവ് അതിലെ സഭ ഒരു എക്ലേസിയ സഭ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ കൂട്ടായ്മയാണ്. ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് നമ്മൾ. അതിലാണ് ദൈവത്തിന്റെ വലിയ അഭിഷേകം നിറഞ്ഞു കവിയുന്നത്. അപ്പൊ നമുക്ക് ഓർക്കാം, സഭയോട് കർത്താവിന്റെ മനസ്സാണ് സഭ, കർത്താവിന്റെ മൗതിക ശരീരമാണ്. അതിനോട് ആയിരിക്കാം, ആ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവളാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. നമുക്ക് ഓർക്കാം, അപ്പോസ്തലനായ തോമസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കൂട്ടായ്മയിലായിരിക്കുക, ഒറ്റപ്പെട്ട് നടന്നു പോകരുത്, സ്വന്തം ലോകത്തിൽ ഒരുപാട് അഭിരമിക്കരുത്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് വന്ന് അവനെ മഹത്വപ്പെടുത്തുന്നവരായി
മഹത്വപ്പെടുന്നവരായി നമ്മൾ രൂപപ്പെട്ടിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോസ്തലനായ തോമസിൻ്റെ തിരുനാൾ ആഘോഷിച്ച് ആയിരിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം അപ്പോസ്തലനാണ്, നമുക്ക് അഭിമാനിക്കാം. അപ്പോസ്തലന്മാർ സ്വന്തമായിട്ടുള്ള നാട് കുറവാണ്, 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അപ്പോസ്തലനെ തന്നെ കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് അദ്ദേഹത്തെ അപ്പോസ്തലനായി ലഭിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിയ മാധ്യസ്ഥം തേടാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ തോമാസ് ശ്ലീഹ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സന്നിധിയിലേക്ക് ഉയരട്ടെ. കർത്താവായ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച ശ്ലീഹായുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് തുണയായി ഭവിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ സന്നിധിയിൽ ഈ ശ്ലീഹ ഇന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കട്ടെ. അപ്പം പിതാവേ, അവിടുത്തെ പുത്രൻ തിരഞ്ഞെടുത്ത പ്രിയമകനായ തോമസ് അപ്പോസ്തലനെ ഞങ്ങൾക്ക് അപ്പോസ്തലനായി നൽകിയല്ലോ. നന്ദിയോടെ സ്നേഹത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തിയെളിയ പ്രാർത്ഥന കാരുണ്യപൂർവ്വം കൽപ്പിച്ചനുവദിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാൻ ഇന്നീ ബലിവേദിയിൽ. നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയുന്നു ഞാൻ ഇന്നീ ബലിവേദിയിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാൻ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്നു നാളം തെളിഞ്ഞിടുവാൻ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളിലുള്ള ദാനങ്ങൾ കാത്തു പാലിക്കണമേ എന്ന് ഞങ്ങൾ യാചിച്ചുകൊണ്ട് അങ്ങേക്ക് അർഹമായ ശുശ്രൂഷ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങൾ വണങ്ങിക്കൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രബലിയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ നിത്യടയനായ അങ്ങേ അപ്പോസ്തലനായ വിശുദ്ധ തോമസിനെ ഞങ്ങളുടെ ദേശത്തേക്ക് അയച്ചുവല്ലോ. ആത്മാവിന്റെ ശക്തിയാൽ കാണാതെ വിശ്വസിക്കുന്നവരുടെ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. ആകയാൽ ഇപ്പോഴും എന്നേക്കും മലാഖമാരുടെ സർവ്വ സൈന്യത്തോടും കൂടെ ഭക്തി നിർഭരമായ മനസ്സോടെ ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുകയും ആർത്തു വിളിച്ച് ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന 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 കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീട് വരുന്നത് വരെ അങ്ങേ പറഞ്ഞ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ ഞങ്ങളുടെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ശ്ലീഹയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം, നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം, തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തി മഹത്വവും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രവേശിക്കാൻ യോഗ്യരല്ല, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്കും ആത്മീയമായി
ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളണമേ. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ. കാൽവരിക്കുന്നിലെ യാഗഫലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനേ, കാൽവരിക്കുന്നിലെ യാഗഫലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനേ, സ്നേഹിച്ചു സ്നേഹിച്ചു കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര, സ്നേഹിച്ചു സ്നേഹിച്ചു കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര, വരൂ വരൂ അവതരിക്കൂ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ. പൂർവികരീജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂവണിക്കുന്ന ദൈവപുത്ര, പൂർവികരീജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂവണിക്കുന്ന ദൈവപുത്ര, രക്തവും മാംസവും ഭക്ഷണമായി തന്ന ഉത്തമനായകനേശുനാഥ, രക്തവും മാംസവും ഭക്ഷണമായി തന്ന ഉത്തമനായകനേശുനാഥ, വരൂ വരൂ അവതരിക്കൂ. നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നിന്റെ കൈ നീട്ടുകയും ആണിപ്പഴുതുകൾ തൊട്ടറിയുകയും ചെയ്യുക. നീ അവിശ്വാസിയാകരുത്, എന്നാൽ വിശ്വാസിയായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൂദാശയിൽ അങ്ങേ ഏകജാതന്റെ ശരീരമാണല്ലോ ഞങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. അവിടുന്ന് ഞങ്ങളുടെ കർത്താവും ദൈവവുമാണെന്ന് തോമസ് അപ്പോസ്തലനോടൊപ്പം വിശ്വാസത്തോടെ ഏറ്റു പറയുന്ന ഞങ്ങൾ പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ അനുഗ്രഹിച്ച പിതാവായ ദൈവം അപ്പോസ്തലനായ വിശുദ്ധ തോമസിന്റെ മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹാമധ്യസ്ഥന്റെ സഹായം നിങ്ങൾക്ക് നൽകിയ ദൈവപുത്രൻ നിത്യമായ പിതൃരാജ്യത്തിന്റെ ഓഹരി നേടുന്നത് വരെ നിങ്ങളുടെ മാനസങ്ങൾ പ്രകാശിപ്പിക്കുകയും നിങ്ങളുടെ കാലടികൾ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ജനതകളെയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ അടുത്തേക്ക് എല്ലാ ജനത്തെയും എത്തിച്ചേർക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുഖ്യ ദിവദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിന്റെ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ഇത്തരത്തിലുള്ള മാതാവേ, അങ്ങയുടെ സന്നിധിയിലോടി വന്ന് അങ്ങയുടെ സഹായം അപേക്ഷിച്ചാരെയും കൈവിടപ്പെട്ടതായ ലോകത്തിന്റെ മുന്നിലായി നോക്കണമേ. കന്യകയുടെ മാതാവേ, ഇവനോട് ശരണത്താൽ ഉറച്ച പാദങ്ങൾ ഞങ്ങൾ അണയുന്നു. പാപിയായ ഞങ്ങളെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, ഞങ്ങളുടെ കേട്ടണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറെ